ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UM ടെക് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ് S7 എഡ്ജ് എങ്ങനെ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യാമെന്നാണ്. അതിനായി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് എക്സ്ട്രാക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒഡിൻ വെച്ച് എങ്ങനെയാണെന്ന് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി ഒഡിൻ ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്യുക. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഒഡിൻ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് ആദ്യം ഫേംവെയർ ഡൗൺലോഡ് ചെയ്തിട്ട് അത് എക്സ്ട്രാക്റ്റ് ചെയ്യണം. എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ 4 ഫയലുകൾ കിട്ടും. ആ ഫയൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് BL എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുകയാണ്. BL എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് BL എന്ന് തുടങ്ങുന്ന ആ ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യണം. അത് ഈ കാണുന്ന ഫയലാണ്. അത് ആഡ് ചെയ്യുക. അതിനുശേഷം AP എന്ന ഫയൽ ആഡ് ചെയ്യുക. നിങ്ങളെ സിസ്റ്റം നല്ല പെർഫോമൻസ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ രണ്ടാമത് AP എന്ന ഫയൽ ആഡ് ചെയ്യുക. സിസ്റ്റം സ്ലോ ആണെങ്കിൽ കുറച്ച് ഹാങ്ങായി നിൽക്കും. സിസ്റ്റം സ്പീഡ് ഉള്ളതാണെങ്കിൽ ഒരു 4GB RAM ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ ഫയൽ പെട്ടെന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ AP എന്ന ഫയൽ ആഡ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് CP എന്ന ഫയൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യണം. അതിനായി CP എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം CP എന്ന ഫയൽ ആഡ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. അടുത്ത് CSC എന്ന ഫയൽ ആഡ് ചെയ്യുക. ഹോം CSC ആഡ് ചെയ്യണം. ഒരിക്കലും CSC OXA ആഡ് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമുക്ക് ഫോണ് ഡൗൺലോഡ് മോഡിൽ ആക്കേണ്ടതുണ്ട്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണ് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ഫോണ് ഡൗൺലോഡ് മോഡ് ആക്ടിവേഷൻ ചെയ്യുക. അതിനുശേഷം ഇതുപോലെ കണക്ട് ചെയ്യുക. ഓക്കെ, കണക്ട് ചെയ്താൽ നിങ്ങൾ ഒഡിൻ എന്ന സോഫ്റ്റ്വെയറിൽ നിങ്ങളുടെ ഫോണിൻ്റെ പോർട്ട് നമ്പർ കാണിക്കും. ഇപ്പോൾ നമ്മൾ ഫോണ് കണക്ട് ചെയ്തിട്ടുണ്ട്. കണക്ട് ചെയ്താൽ ചിലപ്പം അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കണക്ട് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. ചില സിസ്റ്റത്തിൽ ഇൻസ്റ്റാളിംഗ് സർവീസ് സോഫ്റ്റ്വെയർ എന്ന മെസ്സേജ് കാണാൻ സാധിക്കും. സീരിയൽ അപ്ഡേറ്റ് സെർച്ചിങ് വിൻഡോസ് അപ്ഡേറ്റ്
ഇതിപ്പോൾ ഡി വി എസ് നിങ്ങളുടെ കമ്പ്യൂട്ടറുമായി നിങ്ങളുടെ ഡി വി എസ് കണക്റ്റ് ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സാംസങ് മൊബൈൽ USB ഡി വി എസ് റെഡി ടു യൂസ് ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സാംസങ് മൊബൈൽ USB മോഡം കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈൽ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു പോർട്ട് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ മൊബൈൽ കണക്റ്റ് ആയാൽ പോർട്ട് നമ്പർ കാണിക്കും. അതിനുശേഷം ഇതാണ് നിങ്ങളുടെ മൊബൈൽ കണക്റ്റ് ആയ പോർട്ട് നമ്പർ. അതിനുശേഷം സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ട് ക്ലിക്ക് ചെയ്താൽ ഫേംവെയർ ഇൻസ്റ്റാൾ ആവാൻ സ്റ്റാർട്ടായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റം ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻസ്റ്റാളേഷൻ നടക്കുമ്പോൾ ഒരിക്കലും USB റിമൂവ് ചെയ്യാനോ ക്ലോസ് ചെയ്യുകയോ ചെയ്യരുത്. അത് നിങ്ങളെ ഡിവൈസിനെ ബാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. മാക്സിമം USB കണക്റ്റ് ചെയ്യുമ്പോൾ ഒറിജിനൽ USB കേബിൾ യൂസ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ സിസ്റ്റത്തിൻ്റെ റിയർ പാനൽ USB കണക്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട് പാനലല്ല, റിയർ പാനൽ നിങ്ങൾ കണക്റ്റ് ചെയ്യുക. ഈ പാസ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പാസ് ആയിട്ടുണ്ട്. ഇങ്ങനെ പാസ് എന്ന് കാണിച്ചതിന് ശേഷം മാത്രം എക്സിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഈ ഫോണിൽ കാണുന്ന പോലെ നിങ്ങളുടെ ഫോൺ റീസ്റ്റാർട്ട് ആവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ട് കാണുന്ന ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസും അപ്പോൾ നോട്ടിഫിക്കേഷനായി നിങ്ങൾ